ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക ആദർശിൻ്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത്, നയന മോളെ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും. അവിടെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ, പ്രത്യേകിച്ച് അമ്മായിയമ്മ അംഗീകരിച്ചാൽ തന്നെ എൻ്റെ മോൾക്ക് നല്ലപോലെ സന്തോഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി ആ ഒരു നല്ലൊരു ദിവസം വരുമ്പോൾ മാത്രമേ നയന മോളെ അങ്ങോട്ടേക്ക് ഇനി വിടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ആദർശാണെങ്കിലും ഒന്നും പറയുന്നില്ല, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ആദർശ് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം തറവാട്ടിലെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് കരളിൻ്റെ ഒരു ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുടെ സർജറി കഴിഞ്ഞു അല്ലേ, എനിക്കൊന്ന് പോയി കാണാൻ പറ്റുമോ എന്നൊക്കെ ആദർശിൻ്റെ അടുത്ത് അന്വേഷിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും നയനമോൾ അവിടെ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശി അവിടെ ഉണ്ട്, ഇനി അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണം, അവിടെ അമ്മ കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പച്ചി ഇളയമ്മയൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ല, അതുകൊണ്ട് അവൾ എന്തായാലും കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ട്, പാവം മോൾ എന്തായാലും അവിടെയെങ്കിലും കുറച്ച് ദിവസം സമാധാനത്തിൽ ഇരുന്നോട്ടെ, എല്ലാം ശരിയായിട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനൊക്കെ ഇങ്ങനെ ഓക്കെ പറയാണ്. ആദർശാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്, എനിക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും, നയന മോൾക്ക് അതിന് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദർശ് സർജറി കഴിഞ്ഞത് പറയാൻ പറ്റില്ലല്ലോ. ആദർശ് ഉടനെ പറയും, അവൾക്ക് ഒരുപാട് സങ്കടങ്ങളല്ലേ, അമ്മയും അവളും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് അനാമികയായിരിക്കും. അനാമികയും അമ്മയും അച്ഛനും സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. വേണു ആണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം, കയറി പറ്റിയിട്ട് എത്രയും പെട്ടെന്ന് 3-4 വർഷമെങ്കിലും അവിടെ പിടിച്ചു നിന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. അവിടെ ഉള്ളത് മൊത്തം അത്രയ്ക്കും പൈസയാണ്, അത്രയ്ക്ക് സമ്പാദ്യമാണ് ആ മൂർത്തി സാറിനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അനാമികയുടെ അടുത്ത് പറയുകയാണെന്ന്, വേണു നീ അവിടെ പിടിച്ചു നിന്ന് എത്രയും പെട്ടെന്ന് അനിയുടെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കണം, എന്നാലേ നിനക്ക് അവിടെ കുറച്ച് നാളും കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ കുഞ്ഞിനെ എല്ലാവരും കൂടി സ്നേഹിച്ചോളും. അത് മാത്രമല്ല, അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് നീ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, വേണ്ട സ്വത്ത് മുതലൊക്കെ തന്നോളും, കാരണം അതെന്തായാലും തരേണ്ടി വരുള്ളൂ, അവിടുത്തെ ചോരയാണല്ലോ, അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നീ നല്ല സ്നേഹത്തിൽ വേണം ഇനി അനിയെടുത്ത് പെരുമാറാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ലാത്ത സ്നേഹം എങ്ങനെ ഉണ്ടാക്കി കാണിക്കാനാണ്, എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ലല്ലോ, എല്ലാം അവൾ ആ ഒരു നന്ദു കാരണമാണ്, അവളോടാണ് അവന് ഇപ്പോഴും ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അനിയെ. അപ്പോൾ നമ്മുടെ വേണുവാണെങ്കിലും പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വശത്താക്കി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും സ്നേഹിച്ച് വശത്താക്കാൻ പറ്റിയ ഒരാൾ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വേണുവാണെങ്കിലും രേവതി എടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയായാൽ ശരിയാവില്ല, അവളുടെ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, എന്നിട്ട് അവിടെ എങ്ങനെയെങ്കിലും പറ്റിപ്പിടിച്ച് നിന്ന് എങ്ങനെയെങ്കിലും സ്വത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലേ ഇത്തിരിയെങ്കിലും അവിടുന്ന് കിട്ടണമെന്ന് ഒരു 50 ലക്ഷം ആണെങ്കിൽ പോലും നമുക്കത് വലിയൊരു കാര്യമാണ്, നന്നാലേ നമ്മുടെ കടമൊക്കെ വീടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി എടുത്ത് പറയുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. അവിടെ കനകയും അതുപോലെ തന്നെ നന്ദുവും നമ്മുടെ നയനയെ കാണാനായിട്ട് ചെല്ലുകയാണ്. നയന അമ്മ വന്ന് തൊടുമ്പോൾ കണ്ണിങ്ങനെ മെല്ലെ തുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും നമ്മുടെ കനക. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ടെൻഷൻ ആവേണ്ട, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിൽ ഇല്ല മോളെ പറഞ്ഞിട്ടില്ല, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകാം മോളെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ശരി അമ്മ, അല്ലെങ്കിലും വീട്ടിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അറിയും, അപ്പോൾ എന്തായാലും പറ്റില്ല, കുറച്ച് റെസ്റ്റ് എടുക്കാനാണെങ്കിലും അങ്ങോട്ട് തന്നെ വരണം എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ശേഷം അവർ നേരെ കാണാൻ പോകുന്നത് ദേവയാനിയെ ആയിരിക്കും കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പറയണോ, നന്ദുവിനെയും കനകയും നല്ല പോലെ അപമാനിക്കുകയാണ് നമ്മുടെ ദേവയാനി കേട്ടോ. ദേവയാനി ആണെങ്കിലും പറയുകയാണ്, എൻ്റെ മരുമോൾ അനാമികയായിരിക്കും, അനാമിക ആ വീട്ടിൽ തന്നെ കാണും, ബാക്കി ആരില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അവിടുന്ന് ഇറങ്ങുമായിരിക്കും. അപ്പോൾ ആദർശ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയും, നമ്മുടെ നന്ദു നയന ചേച്ചി കണ്ണ് തുറന്നു ചേട്ടനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കനകയാണെങ്കിലും പറയുന്നുണ്ട്, മോൻ്റെ അമ്മയെ കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, സർജറിക്ക് മുമ്പൊന്ന് കാണണമെന്ന് വിചാരിച്ച് കണ്ടതാണ് മോനെ എന്നിങ്ങനെ പറയും. എന്നിട്ട് കനക സങ്കടത്തോടെ പറയാണ് കേട്ടോ, മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് നല്ല ദേഷ്യമാണ്, വേറെ ആരടുത്തും ദേഷ്യമില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയും, അമ്മയുടെ വെറുപ്പ് മാറുന്നത് വരെ നിങ്ങളെ കണ്ട അങ്ങനെ സംസാരിക്കുള്ളൂ, പക്ഷേ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അന്ന് അമ്മ നിങ്ങളോട് നല്ല സ്നേഹത്തിലേ പെരുമാറും,
ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശ് ഞാനൊന്ന് നയനയെ കാണട്ടെ എന്ന് പറഞ്ഞ് ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരിക്കും. അപ്പോൾ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആദർശിനെ കാണുമ്പോൾ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദർശനാണെങ്കിൽ നയനയുടെ ആ കിടപ്പ് കാണുമ്പോൾ കണ്ണിലൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. എന്നിട്ടിങ്ങനെ കൈയൊക്കെ പിടിച്ച് തലോടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, കണ്ടോ ആദർശ് ചേട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, സർജറി ചെയ്തതുപോലും ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അതെങ്ങനെ അറിയാനാ, മയക്കി കിടത്തിയിട്ടല്ലേ സർജറി ചെയ്ത്, അപ്പോൾ പിന്നെ എങ്ങനെ അറിയാനാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആദർശ ശേഷം നയനയുടെ കൈയൊക്കെ പിടിച്ച് പറയുന്നുണ്ട്, സങ്കടത്തിൽ തലോടിക്കൊണ്ട് പറയാൻ കേട്ടോ, ഇനി മുതൽ ഞാൻ നിൻ്റെ അടിമയായിരിക്കും, നീ പറയുന്നത് ഞാൻ എന്തും ചെയ്യും, ഞാൻ നിൻ്റെ ഭർത്താവ് മാത്രമായിരിക്കില്ല, ഇനി അടിമയും കൂടി ആയിരിക്കും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ആദർശേട്ടൻ എൻ്റെ ഭർത്താവായാൽ മതി, ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യ ആയിക്കോളാം, എൻ്റെ അടിമയൊന്നും ആവണ്ട എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദർശനാണെങ്കിലും ചിരി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നയനെ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.